ഞാൻ ആലോചിക്കരുത് നടരാജ, ദൈവത്തിന്റെ ഓരോരോ വികൃതികളെ ബുദ്ധിയും കഴിവുള്ളവന് പൈസ കൊടുക്കൂല. ഇത് രണ്ടും ഇല്ലാത്തതിന്റെ വാരിക്ക് ഒരു പൈസയും കൊടുക്കുകയെ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരാള്, നമ്മളിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന് വെച്ചോ, വേണ്ടപ്പെട്ട ഒരാള് ഭയങ്കര ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അങ്ങനെ പ്രശ്നത്തിലാണ്, ഇച്ചിരി പൈസക്ക് അത്യാവശ്യം വേണമെങ്കിൽ ആ ആള് നമ്മുടെ ഗുരുസ്ഥാനിയായ ഒരാളാണെന്ന് കൂട്ടിക്കോ. അങ്ങനെ ഒരാളിന് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ സഹായിക്കണോ വേണ്ടേ? തീർച്ചയായിട്ടും സഹായിക്കണമല്ലോ. അത് തന്നെയാണ് എന്റെയും ചിന്താഗതി. നീ ചിലപ്പോ നമ്മുടെ പാർട്ടിയിൽ അണിക്ക് പറ്റിയ ആളാ കേട്ടോ. അങ്ങനെയാണെങ്കിലേ നടരാജനെ ഈ ഗുരുവിനെ ഒന്ന് സഹായിക്കണം. അതായത് നീ എപ്പോഴും പറയാറില്ലേ രാഷ്ട്രീയത്തിൽ ഞാനാണ് നിന്റെ ഗുരു എന്ന് പറയാറില്ലേ? അയ്യാ, ഇത് വെറും 100 രൂപ ഉള്ളൂ നടരാജ. ഇത് നമ്മുടെ ഐഡന്റിറ്റി കാർഡാ. ഇതിങ്ങനെ പോക്കറ്റിൽ നമ്മൾ മാറാതെ സൂക്ഷിക്കണം. അപ്പോഴേ എനിക്കൊരു 15,000 രൂപ നീ സഹായിക്കില്ലേ ഈ ഗുരുവിനെ? 15,000 രൂപ സഹായിക്കുന്നതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഓ, എനിക്ക് അത് മതി. ഞാൻ 10 തവണ ഗുരുവിന് ഇതുപോലെ 15,000 രൂപ സഹായിച്ചു. ഇപ്പൊ തന്നെ 1.5 ലക്ഷം കടന്നു. അതിപ്പോ ഗുരുവിനെ അല്ലേ സഹായിച്ചത്? അത് ഒരു നല്ല കാര്യമല്ലേ നടരാജ? നല്ല കാര്യമാണ്. പിന്നെന്താണ്, ഒന്നുകൂടെ തന്നൂടെ നിനക്ക്? പക്ഷേ ഞാൻ ഗുരുവിന് എപ്പോഴും ഇങ്ങനെ കാശ് തന്നു കഴിഞ്ഞാൽ ഈ ശിഷ്യ നശിക്കുന്നത് കാണുമ്പോൾ ഗുരുവിന് വിഷമം ഉണ്ടാവൂലേ? ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഗുരുവിന് കാശ് തരത്തില്ല. തരൂലല്ലേ? ഇല്ല. വേണ്ട, നീ തരണ്ട. നിനക്ക് ദൈവം ചോദിക്കും നടരാജ. ഇതൊന്നും നല്ലതല്ല. ഗുരുശാപം ഏറ്റുവാങ്ങരുത് രാഷ്ട്രീയത്തിൽ. അത് ഭയങ്കര ദോഷമാണ്. അപ്പോൾ ഞാൻ ചേട്ടാ, പോയ പെങ്കൊച്ച് എന്തോ മേടിച്ചേ? ഏത് പെണ്ണ്? ഇപ്പൊ അങ്ങോട്ട് പോയ കൊച്ചേ. ആ കൊച്ചോ? അത് പ്രഗ്നൻസി കാർഡ് വാങ്ങിക്കാൻ പോണം. പ്രഗ്നൻസി കാർഡാ? ഈ ആധാർ കാർഡ്, പാൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ് കേട്ടില്ല. അതൊന്നും കാർഡ് നമുക്കൊന്നും കിട്ടിയില്ലല്ലോ. പെണ്ണുങ്ങളെ ഗർഭം ടെസ്റ്റ് ചെയ്യുന്ന കാർഡ്. ഓ, അത് അതിനും കാർഡൊക്കെ ആയോ? ശരി, വാ വാ. ഒരു കുളി. നീ ഒന്ന് പെട്ടെന്ന് ഇറങ്ങിയടി. വരക്കന്റെ പൊം ഒളിച്ചു ചാടിയ തങ്കമ്മേ, നിന്റെ വരക്കം ബസ്സിൽ വിടുക്കം കിട്ടിയ തങ്കമ്മേ. കുളിച്ചാ? കുളിച്ച്. അല്ല, നീ വാതിൽ തുറന്നിട്ട് എന്ത് അർത്ഥത്തിലാ കുളിക്കണേ? വാതിലടച്ചിട്ടില്ലേ? അവിടുത്തെ വാതിൽ അടച്ചിട്ട് ഇവിടെ കള്ളന്മാര് കയറി എന്ത് ചെയ്യും? പിന്നെ എപ്പോഴും പറയണ കാര്യം വാതിൽ അടച്ചിടണോന്ന്. ചായ എടുക്കട്ടെ. നീ ചായ ഒക്കെ എടുക്ക. നീ ഇവിടെ ഇരിക്കേ. ഒരു വിശേഷം പറയണ്ട. എടി, ഇവിടെ ഇരിക്കേ. എന്തിനാ? ഓ, നീ ഒന്ന് ഇരിക്കും. ഒരു കാര്യം പറയട്ടെ. ഞാൻ മനുഷ്യന്റെ ചെറുനേരത്തെ വട്ട്. അതെ, ഇവിടെ വലിയൊരു സംഭവം നടക്കാൻ പോവാ. എന്ത്? അതൊക്കെ ഉണ്ട്. നീ എന്തേലും അറിഞ്ഞോ? അറിഞ്ഞില്ല? എന്നാൽ ഇവിടെ ഒരു വലിയ വിശേഷം നടക്കാൻ പോവുകയാണ്. നിന്റെ എന്തേലും പറയാനെങ്കിൽ പറ. നിന്റെ ആങ്ങളെയും നിന്റെ നാത്തൂനെയും ബന്ധപ്പെട്ടിട്ടൊരു സംഭവം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഐഡിയ കിട്ടിയില്ല? ഞാനൊരു ക്ലൂ. ശരി, ഞാനൊരു പാട്ടിലൂടെ ഒരു ക്ലൂ തരാം. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അളിയനെ പോലെ ചിരിക്കണം, അവൻ ആണുങ്ങളെ പോലെ ഇരിക്കണം. കിട്ടിയോ? കിട്ടിയോ? ഇതെപ്പോ പഠിച്ചു പാട്ട്? പാട്ട് പഠിച്ചോടി നിനക്ക് ഇപ്പോഴും? ഓ, എന്റെ പൊന്നു കർത്താവേ, ഞാനിത് ആരോടാ ഈ കാര്യമൊക്കെ പറയണേ? അതെ, ഇന്ന് ഞാൻ കണ്ടു നിന്റെ നാത്തൂനെ ഒരു സ്ഥലത്ത് വെച്ച്. എവിടെ വെച്ച്? മെഡിക്കൽ സ്റ്റോറിൽ. നമ്മുടെ ജോഷിയുടെ മെഡിക്കൽ സ്റ്റോറില്ലേ? ജോഷിയുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നിന്റെ നാത്തൂന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് എന്താ, ഞാൻ പതുക്കെ ജോഷിയുടെ ചോദിച്ചു, ആ പെങ്കൊച്ച് എന്തിനാ ഇവിടെ വന്നേന്ന്. അപ്പോൾ ജോഷി പറയുന്നത്, നമ്മുടെ ഈ പെണ്ണുങ്ങൾ എന്താണ് ഈ
ഇതുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു മെമ്മറി കാർഡ്. മെമ്മറി കാർഡ് അല്ല, പ്രഗ്നൻസി ടെസ്റ്റ്. അതിനാ കാർഡ്. അത് വാങ്ങാനായിട്ട് പോയിട്ട് വന്നു. വിശേഷമുണ്ട് നിന്റെ നാത്തൂന്. എന്നോടൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ല എന്തെന്നറിയാമോ? അത് സർപ്രൈസ് തരാനായിട്ട് അങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്ക്. പക്ഷേ നമ്മൾ നീ പോടി അവിടെ ഇരിക്കേ. നീ ഒന്ന് അടങ്ങ്. അതെ, ഇതെന്തായാലും നമ്മൾ സർപ്രൈസ് തരാനിരിക്കുമല്ലേ, നമുക്ക് അതിന് മുമ്പ് ഒരു സർപ്രൈസ് അങ്ങോട്ട് കൊടുക്കണം. നമ്മളെല്ലാവരും കനകനെയും കൂടെ അറിയിക്കണം. നീ കനകൻ അറിഞ്ഞോ? ഇല്ലല്ലോ. അറിഞ്ഞാൽ നിന്നോട് പറഞ്ഞാലോ. നീ കനകനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയും. അവളെ കള്ളിയാ. അമ്മയും പറഞ്ഞില്ലല്ലോ. അമ്മേനെ വിളിക്കാം. കനകന്റെ നമ്പർ എവിടെ? ഓ ഉണ്ട്, കിടക്കുന്നു. ഈ കോൾ ചെയ്തിരിക്കണം. അത് തന്നെ. ഹലോ ക്ലീറ്റോടാ, ഞാനാ. എടാ ജമന്തി വിളിച്ചായിരുന്നു നിന്നെ? ഇല്ലേ? എടാ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്ത് ആണോ? ഇല്ലടി, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ എന്നോട് പറയണ്ടേ അവള്? ആ, ചിലപ്പോ സസ്പെൻസ് ആക്കി വെച്ചതായിരിക്കും. ഇല്ല, 1-2 ദിവസമായിട്ട് അവൾക്ക് എന്തോ ഒരു ചുഴലിച്ച പോലെ തോന്നിയിരിക്കും. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പറയുകയും ചെയ്തു. ആണല്ലേ? ആ, ഓക്കെ ഓക്കെ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ അടുത്തേക്ക് ഒന്ന് പോ. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി ശരി. ആ, ആയിക്കോട്ടെ. എന്താണ് തങ്കം? തങ്കാവ് വിളിച്ചതേ. എന്താ കാര്യം? എന്താണ് ഒരു നാണം പോലെ? ജമന്തിക്ക് വിശേഷം ഉണ്ടെന്ന്. പിന്നെ കൺഗ്രാറ്റുലേഷൻ. അപ്പൊ നമ്മുടെ ഇതൊക്കെ മരുന്നൊക്കെ ഫലിച്ചങ്ങാട് അല്ലേ? പ്രാർത്ഥനയും മരുന്നും. എന്തായാലും സമാധാനായിപ്പോ. എന്നാലും കനകനും ഒരു അച്ഛനായപ്പ അടിപൊളി. അപ്പൊ ചെലവുണ്ടാ? ആ, പക്ഷെ അവൾ എന്നോട് പറഞ്ഞില്ലടോ. ആ, അതങ്ങനെ പെണ്ണുങ്ങൾ പറയൂല, പെട്ടെന്ന് പറയൂല. ഒരു സർപ്രൈസ് ആയിട്ട് വെക്കും. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ പതുക്കെ വന്ന് ചെവിയിൽ ഇങ്ങോട്ട് പറയും. അപ്പൊ നമ്മളിങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ച് പൊക്കിയെടുത്ത് കറക്കണം. മനസ്സിലായി? അതൊക്കെയാണ് അവരുടെ ഒരു സന്തോഷം. ഓടാ അവിടുന്ന്. അതൊക്കെ സിനിമയിൽ കാണുന്നതല്ലേ. ഇത് നേരം വെളുക്കുമ്പോ തൊട്ട് കണ്ടിട്ട് അതൊക്കെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ. നമ്മളങ്ങനെ കാണിച്ചില്ലെങ്കിൽ നമ്മൾ സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരായി പോകും. നീ ഒരു പണി ചെന്നിട്ടൊന്ന് പൊക്കിയെടുത്ത് അങ്ങോട്ട് കറക്കിയിട്ടൊക്കെ ഇങ്ങോട്ട് വാ. എനിക്കായിരുന്നു പറ്റൂടോ. അതൊക്കെ പറ്റണം, അല്ലാതെ പറ്റൂല. ചില സമയത്ത് അങ്ങനത്തെ ഒരു നമ്പറൊക്കെ ഇടണം നമ്മള്. അല്ല, നമ്മള് അവൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുക്കണോ? എന്തോ? എന്ത് വാങ്ങിച്ചു കൊടുക്കും? എന്താണ് നിന്റെ മനസ്സിലെന്താ? കട വരെ പോയിട്ട് ഒരു നല്ല സാരി വാങ്ങിക്കാം. ഇവൻ എന്ത് മെനകെട്ടോനാണ്? ഇവിടെ ഗർഭിണിയായ പെണ്ണിന് സാരിയാണ് വാങ്ങിക്കൊടുക്കണം. അവർക്ക് ഈ സമയത്ത് ഇഷ്ടമുള്ളതുണ്ടല്ലോ, നല്ല പച്ചമാങ്ങയാണ്. ഈ പച്ചമാങ്ങ അങ്ങാട് കൊടുത്താൽ അവർക്ക് മതിയെന്ന്. നമ്മൾ സ്നേഹമുള്ള ഭർത്താവോ ആകും. അവർക്ക് ഇത് കിട്ടണ സന്തോഷം വേറെ ഒന്നുമില്ല. പച്ചമാങ്ങയൊന്നും വേണ്ട. പച്ചമാങ്ങ എങ്ങനെ വാങ്ങിച്ചോണ്ട് പോണത് വീട്ടിലേക്ക്? പിന്നെ നീ എന്താണ് മേടിച്ചു കൊടുക്കണം? അല്ല, എന്തെങ്കിലും ഒരു സാരിയോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ. ആ, അന്നൊരു ബുള്ളറ്റ് മേടിച്ചു കൊടുക്ക്. അവൾ അത് ഓടിച്ചുകൊണ്ടൊന്ന് കറങ്ങട്ടെ. എടാ, ഈ സമയത്ത് ഇവർക്ക് ഇതൊക്കെയാണ് ആവശ്യം. അനുഭവമുള്ളവരല്ലേ പറഞ്ഞു തരണത്. പച്ചമാങ്ങ? ആ, നീ പച്ചമാങ്ങ എവിടെ കിട്ടൂടാ? ഇനി പച്ചമാങ്ങ നമ്മുടെ കടയിൽ കിട്ടൂലേ? അവിടെ പോയി മേടിച്ചിട്ട് നീ കുണ്ടി ചെല്ലണം. അതാണ് അവർക്ക് സന്തോഷം. വേണമെങ്കിൽ 2 മസാല ദോശയും മേടിച്ചോ. ആ, ഏതായാലും നമുക്കേ ഇരിക്കണ്ട, വാ നമുക്ക് മേടിക്കാം. ഞാനൊരു കാര്യം ചെയ്താലോ? തങ്കത്തിനൊന്ന് വിളിക്കട്ടെ. ചേട്ടാ, പച്ചമാങ്ങ ഉണ്ടാ? ഒരു സെക്കൻഡ്. ആ, തങ്കം. അതെ എടി, നമ്മള് അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? ആ, ഞാനിപ്പോ ഒരു പച്ചക്കറി കട. വെറുതെ ആവശ്യമില്ലാത്തൊക്കെ അവരോട് വിളിച്ചു പറയണ എന്തിനാണ്? അത് സർപ്രൈസ് വേണ്ടേ? ആ, എന്നൊരു കാര്യം. ഒന്നുമില്ല, ഞാൻ പിന്നെ വിളിക്കാം. ആ, ആയിക്കോട്ടെ ശരി. ഇതൊന്നും അങ്ങനെ പറഞ്ഞോണ്ടല്ല കുണ്ടി ചെല്ലേണ്ടത്. നമ്മൾ മനസ്സറിഞ്ഞ് കുണ്ടി ചെല്ലണം. ആ, ആയിക്കോട്ടെ. ഇതാണ് ഈ കാലം തെറ്റി അച്ഛനായുള്ള കുഴപ്പം. പച്ചമാങ്ങ? ആ, എന്നൊരു 5-6 കിലോ പച്ചമാങ്ങ എടുത്തോ. 5-6 കിലോ? നീ എന്താ മാങ്ങ വിൽക്കാൻ പോണേണോ? അതെ ചേട്ടാ, 1 കിലോ മതി. 1 കിലോ മതി.
ആണോ? എന്നാ പിന്നെ വേറെ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാലോ? അത് നിനക്ക് ഇഷ്ടമുള്ള മേടിച്ചോ. ഇത് 1 കിലോ പച്ചമാങ്ങ എല്ലാം 1 കിലോ എടുത്തോ ചേട്ടാ. എല്ലാതും 1 കിലോ എടുത്തോ, അവൾക്ക് സന്തോഷമായിക്കോട്ടെ. ചക്ക വേണോ? ചക്ക എന്റെ തലയാൻ തല്ലി പൊളിക്കോട്ടാ. വെറുതെ ഒന്ന് വെപ്രാളം കാണിക്കണ്ട. ഇതൊക്കെ നമുക്ക് കൊടുക്കാം. പതുക്കെ പതുക്കെ കൊടുത്താൽ മതി. ആദ്യം നീ പച്ചമാങ്ങ മാത്രം കൊടുക്ക്. മാങ്ങ നല്ലതാണ്, അത് കുഴപ്പമില്ല. അതെ, നീ ഒന്നുകൊണ്ടൊന്ന് വേണ്ടേ? മാങ്ങ വേണ്ടേ? വാങ്ങാം. അതല്ല, നമ്മളേ ഈ മാങ്ങ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണോ അതോ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ മാവിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ചാൽ മതിയോ എന്നുള്ളതാണ്. മാവിൻ്റെ മുകളിൽ ഇപ്പോൾ എവിടെ പോയി പൊട്ടിക്കാനാണ്? എവിടെ ഉള്ളത് നോക്കണം. ഇതിപ്പോൾ എന്താ അറിയുക, നമ്മൾ ഇതൊക്കെ ചിലപ്പോൾ ഈ വിഷമടിച്ചതാണോ എന്നുള്ളത് അറിയില്ലല്ലോ. അത് നമ്മൾ ഇപ്പോഴേ നമ്മൾ ഈ മറ്റേ കൊച്ചിനൊക്കെ അത് കൊടുക്കണം. അല്ല, മാങ്ങ പൊട്ടിച്ചു കൊടുക്കണതൊക്കെ ഒരു ആത്മാർത്ഥയുടെ ലക്ഷണമാണ് അല്ലേ? പക്ഷേ ഇപ്പം നമ്മൾ എവിടെ പോയി പൊട്ടിക്കും? എവിടെയെങ്കിലും കണ്ടത് ഓർമ്മയുണ്ടോ? മാങ്ങ നമ്മളാ സുഖിലിൻ്റെ വീട്ടിൽ പോയില്ലേ, ആ തൊട്ടിപ്പുറത്ത് ആ പറമ്പിൽ ഒരു മാവത്തേൽ മാങ്ങയുണ്ട്. പക്ഷേ കയറി പറിക്കണം. ഞാൻ കയറാം. കയറുമോ നീ? കയറന്നല്ല. ജമന്തി, ജമന്തി, ജമന്തി. ഇതെന്താ മിണ്ടാതെ നിക്കണേ? എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. എന്ത്? എനിക്ക് ഭയങ്കര തലവേദനന്ന്. നോക്കട്ടെ. എന്താ എന്താ വേണ്ടേ? പറയേ. ഒന്നും വേണ്ട. ശ്ശെ. എന്താ പറ്റിയെന്ന്? എനിക്ക് ഭയങ്കര തലവേദന നാത്തൂന്. ഞാൻ ഒന്ന് കിടക്കായിരുന്നു. എന്താ ഈ നേരത്തെ ഒരു തലവേദന? എനിക്ക് അറിഞ്ഞൂടാന്നേ. അവിടെ നോക്കട്ടെ. ഒന്ന് പോടുന്ന്. ഒന്ന് കിടക്കാൻ സമ്മതിക്കില്ലേ? ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്താ ഭയങ്കരമായിട്ട് വിളറിയിരിക്കണ മുഖമൊക്കെ? വിളറിയിരിക്കണം. അത് ഞാൻ കിടന്ന് എണീറ്റേന്റെ. ഛർദിച്ചോ? ഇല്ല. ഛർദിച്ചു. എന്തിനാ നിനക്ക് ഇങ്ങനെ ദേഷ്യം? എനിക്ക് ഈ ഒച്ച കേട്ടിട്ട് ദേഷ്യം വരാന്ന്. ഈ നേരത്തെ അങ്ങനെ ദേഷ്യമൊക്കെ വരും. വരും. എനിക്ക് തലവേദന. തല ഇങ്ങനെ പൊളിഞ്ഞിരിക്കുമ്പോഴാ. ഇപ്പൊ എന്തിനാ വന്നേ? എന്താ വേണ്ടേ? ഞാൻ വെറുതെ വന്നതാ. ഒന്നുമില്ലെങ്കിൽ പോ. ഇങ്ങോട്ട് നോക്ക്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇതെന്ന് ഇതെന്താ വലിയ വട്ടാണോ? ഒന്ന് പോവാമോ? പോണില്ല ഞാൻ. എന്നാ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി കിടക്കട്ടെ. പോവല്ലേ, നിക്ക്. ഞാൻ കാര്യത്തില് പറയണേ, എന്റെ തല പൊളിഞ്ഞു പോവാന്ന്. ഞാൻ കാര്യത്തിൽ വേറൊരു കാര്യം പറയാം. ഈ സമയത്ത് ഇങ്ങനെ ദേഷ്യപ്പെടാനും ഇങ്ങനെ മരുന്നൊന്നും എടുത്ത് കഴിക്കാനൊന്നും പാടില്ല. ഇല്ല, മരുന്ന് കഴിക്കാതെ എന്റെ തല പൊട്ടിത്തെറിച്ച് ഞാൻ ചാവട്ടെ. ഒന്ന് പോവാമോ? അല്ലെങ്കിൽ വേണ്ട, ഇവിടെ തന്നെ ഇരുന്നോ. വേറെ ഒരു പണിയില്ല മനുഷ്യന്. ഭയങ്കര നടിയാണല്ലോ. ഇവിടെ എന്ത് കിട്ടും പറഞ്ഞില്ലല്ലോ. വാസലേ, എടാ ഇത് ആരുടെ വളപ്പാ ഇത്? ഇത് സുരേന്ദ്രൻ ചേട്ടനായിരുന്നു. അയാൾ കണ്ടാലും കുഴപ്പമില്ല, നമ്മൾ പരിചയക്കാരനല്ലേ. ഇതിലെവിടാ മാവ്? മാവ് അവിടെ ഒന്നും നിൽപ്പണ്ടായി. പണ്ട് നമ്മൾ സ്കൂളിൽ പോണ ഇതിലല്ലേ, ഇപ്പോഴല്ലേ മതിലൊക്കെ വന്നത്. എന്തോരം മാങ്ങ പറിച്ചിരുന്നു ഇവിടുന്ന്. എടാ, ഈ പെണ്ണുങ്ങൾ ഗർഭിണിയായി കഴിഞ്ഞാലേ ഇവർക്ക് ഈ പച്ചമാങ്ങ തിന്നാൻ തോന്നുന്നത് എന്തുകൊണ്ടാവും? അത് ദേവന്മാരുടെ കാലം തൊട്ട് അങ്ങനെയാണ്. ഭാര്യമാര് ഗർഭിണിയായ പച്ചമാങ്ങ കൊണ്ടുപോയി കൊടുക്കണം. ദേവന്മാരെ അത് ചോദിക്കാനൊന്നുമില്ല. നീ വന്നേ. ദേന മാവ് ദേന. അതിൽ മാങ്ങണ്ട. അത് എറിഞ്ഞു നോക്കാം നമുക്ക്. ഒരു കമ്പെടുത്തിട്ടേ. അതാ 1-2 ഉണ്ട്. അതെ, എറിഞ്ഞു നോക്കണം. ഞാൻ തന്നെ കയറാതാ നല്ലത്. കയറോ? ഞാൻ കയറൂല, നീ തന്നെ കൊടുക്കണതാണ് അതിന്റെ ആത്മാർത്ഥ. നീ പറിക്ക് നോക്കണോട്ടെ. അത് വഴുതി കിടക്കണേ. അതോ എറിഞ്ഞ് അടിച്ചാൽ മതിയോ? എറിഞ്ഞ് അടിച്ചാൽ അത് പൊട്ടുമല്ലേ? ഇല്ല, 2-3 ഉള്ളു. കയറി പറിക്കാം. അവിടെ എത്താൻ പറ്റുമെങ്കിൽ പറിച്ചു പറ്റുമോ? ഓ, ഇതിൽ ഉറുമ്പുണ്ടോ? അതൊക്കെ ഉണ്ടാവും. പുളി ഉറുമ്പുണ്ടടാ. അതൊക്കെ ഉണ്ടാവും. അത് തട്ടിക്കളഞ്ഞാൽ മതി. കയറിക്കോന്നാ. അല്ല, ഈ മാവാ നീ സ്കൂളിൽ കയറുമ്പോ കണ്ട മാവ്? ഇതാ അതിന്റെ മോനാണെന്ന് തോന്നുന്നു. അതൊക്കെ വെട്ടിപ്പോയില്ലേ. കയറിക്കോ അങ്ങോട്ട്. ചുമ്മാ അങ്ങ് തള്ളു തന്നെ. ഇല്ല, ഞങ്ങൾ ഈ പറമ്പിൽ നിന്ന് എന്തോരം മാങ്ങ പറിച്ചിരുന്നതാണ്. പുള്ളിക്ക് മക്കളൊന്നുമില്ല, തിന്നാനും തരാനൊന്നും ആരുമില്ല. നിങ്ങളെ നോക്കേയില്ല. പക്ഷെ നമ്മൾ മാങ്ങ അത് പറിച്ചിട്ടുണ്ട് എന്നുള്ളത് പുള്ളിയോട് പറയണം കേട്ടാ. അതൊന്നും കുഴപ്പമില്ലാന്ന്. അതൊന്നും കുഴപ്പമില്ല. എന്നാ പിടിച്ചോ, കേറിക്കോ.
നോക്കണേ ഉറുമ്പുണ്ടോ? ഇല്ല. ഉറുമ്പടാ തട്ടി തട്ടിക്കളാ ഉറുമ്പുണ്ടാ. കൂടിയിട്ടുണ്ടല്ലോ. ക്ലീറ്റോ, എന്നാലും അവളെന്താ പറയാത്ത? ജമന്തി ഈ ഇപ്പോഴും ജമതിയുടെ കാര്യം ആലോചിക്കണ. ഇനിയിപ്പോ പറഞ്ഞില്ലാന്ന് വെച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയല്ലോ, എനിക്ക് അറിയണം ക്ലീറ്റോ. ഞാൻ അവളോട് ഭയങ്കര കളിയാ ക്ലീറ്റോ. എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചെന്നറിയാമോ? ഒക്കെ തലവേദന എടുക്കണ്, ഭ്രാന്ത് കയറണ്, ദേഷ്യം വന്നെന്നൊക്കെ പറഞ്ഞേ കളഞ്ഞു. അങ്ങനെ തലവേദന ആയിരിക്കും ചിലപ്പോ. അതവിടെ വെച്ചേ. ഞാനേ എന്റെ പൊക്കം, എനിക്ക് ഇച്ചിരി പൊക്കം കൂടിയോന്നൊരു സംശയം. പൊക്കം കൂട്ടാനൊന്നും പറ്റില്ലല്ലോ ഇനി. അതെ, ഇനി എന്താ ചെയ്യാൻ പറ്റണേന്ന് പറ ക്ലീറ്റോ. ഇനിയിപ്പോ അവള് പറയാതിരുന്നാ പിന്നെ ഇനിയിപ്പം നമുക്ക് അതിനെ കയറി നോക്കാനൊന്നും പറ്റൂലല്ലോ. അവള് സമ്മതിച്ചല്ലേ പറ്റൂ. അല്ല, എന്നാലും അവൾ എത്രയ്ക്ക് അങ്ങനെ വാശി പിടിക്കേണ്ട കാര്യം എന്തുവാടി? കള്ളിയാള്. നമുക്ക് തലവേദന ഒന്നും ഉണ്ടായിട്ടല്ല. അധികം നേരം ഇനി എന്റെ നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ സത്യം എങ്ങാനും പറഞ്ഞു പോവോ എന്ന് പേടിച്ചിട്ട് വേഗം ഓടിക്കളഞ്ഞതാ. അതെനിക്ക് മനസ്സിലായി. നല്ല ക്ഷീണമുണ്ട്. അല്ല, അത് നേരാ. നിന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനും ചില സമയം അറിയാതെ സത്യമൊക്കെ അങ്ങ് പറഞ്ഞു പോകും. ഞാനിവിടെ ആലോചിച്ചിട്ട് വരും, നീ കുറേ കള്ളമൊക്കെ പറഞ്ഞ് നിന്റെ മുമ്പിലേക്കണം. പക്ഷെ നീ കണ്ണിലൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൈവിട്ട് പോകും. എന്താ അങ്ങനെ? അറിയില്ല, എന്തെങ്കിലും അസുഖമായിരിക്കും. നിങ്ങൾ ഇത് പറന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിപ്പോ വേറൊരു കാര്യമുണ്ടടി. ഇനിയിപ്പോൾ അവള് പറഞ്ഞില്ലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതങ്ങനെ അധികം നാൾ ഒളിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ മുന്നോട്ട് വരുമല്ലോ. അതിനിപ്പോ എത്ര നാള് കഴിഞ്ഞിട്ട് അതുവരെ ഇതിങ്ങനെ മറച്ചു വെക്കേണ്ടതാണ്. നമുക്ക് എന്നോട് പറയാൻ പാടില്ല ക്ലീറ്റോ. ഞാൻ എന്തോരം ആഗ്രഹിച്ചതാ. അത്രയ്ക്ക് അവൾ ഇത് പറയാതിരിക്കണമെങ്കിലേ എനിക്കിപ്പോൾ വേറെ സംശയം ഇപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ഇനി അവളുടെ വയറ്റിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് വളരണമെന്നൊക്കെ അറിയുമ്പോൾ നമ്മുടെ തക്കടി മോൾക്ക് മാത്രം കിട്ടേണ്ട അവകാശങ്ങളൊക്കെ അവരുടെ കുട്ടിക്കും കിട്ടുമെന്നുള്ളതിൽ നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ. അതായിരിക്കും പറയാത്തെ. അതല്ല, അതായിരിക്കേയില്ല. അവൾ അങ്ങനെ ചിന്തിക്കില്ല. അത്രയും കുനിഷ്ഠ തിരിയില്ല. പിന്നെ ഇനിയിപ്പോൾ അവൾ പറയുമ്പോൾ പറയട്ടെ. വേണ്ട ക്ലീറ്റോ. മൈക്കത് ക്ലീറ്റോ പോയി ചോദിക്കാവോ? അയ്യേ, ഞാനിതൊക്കെ പോയി എങ്ങനെ ചോദിക്കണേ? അയ്യോ, അവളോട് ചെന്നിട്ട് നീ ഗർഭിണിയാണോടി, ഗർഭമുണ്ടോടി, നിനക്ക് എന്നൊക്കെ ചോദിക്കണം. മോശം പോടിയാണ്. അങ്ങനെയല്ലാന്ന്. പിന്നെ ക്ലീറ്റോനെ അതിന്റെ നയത്തിനൊക്കെ ചോദിക്കാൻ അറിയാം. പക്ഷേ ഈ കാര്യം ഞാൻ ഇതുവരെ ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്? ചോദിക്കാം ക്ലീറ്റോ. പിന്നെ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ ഞാൻ ഇനി ഗർഭമുണ്ടോ എനിക്ക് കിടന്ന് ഉറക്കം വരില്ല ക്ലീറ്റോ. ഒന്ന് ചോദിക്കും അവിടെ സമ്മതിക്കൂല. പക്ഷെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. എനിക്കൊരു സംശയമുണ്ട്. ഇനി ചിലപ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരിക്കണമെങ്കിലോ അങ്ങനെയാണെങ്കിലോ. നിങ്ങളുടെ നാക്കെടുത്ത് മടക്കല്ലേ എന്റെ പൊന്നു ക്ലീറ്റോ. ഉണ്ട്, അവിടെ മുഖം കണ്ടാലറിയാം. അവൾക്ക് അങ്ങനെ സമ്മതിച്ചൂടെ? അത് വാശി. നിങ്ങൾ വിളിക്കും, നിങ്ങൾ ചോദിക്കും. നമുക്ക് പോവാം. വേണ്ടെന്ന് ചോദിക്കുന്നു. ഓ, ഇനി ഞാൻ ചോദിച്ചത് പറയുന്നുണ്ട് ഉറപ്പ്. ജമന്തി, ജമന്തി, ജമന്തി അന്നേ. ഭയങ്കര തലവേദന. അയ്യോ, തലവേദന ആണെങ്കിൽ നിൽക്കണ്ട. ഇരിക്കി. തലവേദനക്കാരൊന്നും നിൽക്കാൻ പാടില്ല. വെറും തലവേദന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ നാത്തൂനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടതല്ലേ. എന്റെ പൊന്നെ, ഞാൻ വെറുതെ എന്റെ വീട്ടിൽ വന്നു. എനിക്ക് വരാനും പാടില്ലേ? തലവേദന മാത്രമേ ഉള്ളൂ, ചുമ്മാതെ. വേറെ വിശേഷമൊന്നുമില്ല. വിശേഷമൊന്നുമില്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പറ്റിയേ? അയ്യോ, ദേഷ്യപ്പെടണ്ട. ഇനി തലവേദന കൂടിയാ പിന്നെ ഗുളിയൊന്നും കഴിക്കാൻ പറ്റില്ല. ഞാനൊന്ന് സ്വൈര്യമായിട്ട് കിടന്നോട്ടെ നാത്തൂനെ. കിടന്നോ? അല്ല, ഇപ്പൊ കിടക്കാൻ പാടില്ല. കിടക്കണ്ട, അവിടെ ഇരുന്നോ. അധികം അങ്ങനെ കിടന്നുകൂടാ. ഇതെന്താന്നറിയാമോ? പണ്ട് ഇതുപോലെ ഇരുന്നപ്പോ നീയും കുറച്ച് നമ്പറൊക്കെ കാണിച്ചല്ലോ എന്നോട്. അത് ഈ സമയത്ത് പെണ്ണുങ്ങളെല്ലാം കാണിക്കുന്നത്. ഓ, അത് തന്നെ. എന്നാലും ഇതേ ഇവിടെ സ്കൂൾ നാടകത്തില് മികച്ച നടിക്കുള്ള അവാർഡ് മേടിച്ചു എന്ന് പറയുമ്പോ ഇത്രയും അങ്ങനെ അഭിനയിക്കാൻ കഴിയുമെന്ന് ഞാൻ അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടാ. ഉള്ള അഭിനയം ഒന്നും ശരി കാണിക്കണം. എന്തുവാടി ഇപ്പൊ രണ്ടുപേർക്ക് എന്താ വേണ്ടേ? ഞങ്ങൾക്കൊന്നും വേണ്ടായേ. കാര്യം പറ. ഇനി കേട്ടിയോ വന്നാലേ ഇത് പറയുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ മതി. എന്തെങ്കിലും വേണം ഇപ്പൊ? എന്തെന്ന്? വേണം. കുറച്ച് മനസ്സമാധാനം വേണം. പോലോ നീ ആ ഏത്തക്കായ മറ്റേ റവയിലിട്ട് ഉണ്ടാക്കിയിട്ട് വരട്ടി. അത് വേണം.
നല്ലതാ, ഏത്തക്ക നല്ലതാ. നല്ല ദേഷ്യം വന്നിട്ടോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞേ. ദേഷ്യപ്പെടരുത്. ഇത് എന്തിനാ ഇപ്പൊ ഇങ്ങനെ സന്തോഷം വരണ സമയത്ത് ദേഷ്യം കാണിച്ച? അമ്മേനെ വിളിക്കണോ? എന്തിന്? കാര്യം അറിയാൻ ഇനി അമ്മ ഇറങ്ങണോ? എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. ഒന്നും അവനോട് പറഞ്ഞപ്പോ എന്താ അവൻ വരില്ലേ? അവനിപ്പോ വരുമായിരിക്കും. ഇനിയിപ്പൊ അവനോട് പറയാനേ പറ്റുള്ളെങ്കിൽ പറയട്ടെ, നമ്മളെ കാര്യമല്ലല്ലോ. നമ്മള് സാവകാശം അറിഞ്ഞാ മതി. പക്ഷെ എന്നാലും ഇങ്ങനെ രണ്ടുപേരും ഒന്നും മിണ്ടായിരിക്കാൻ എന്തെങ്കിലും തരണോ? അയ്യോ, ദേഷ്യം കാണിക്കരുത് മോളെ. ഈ സമയത്ത് ദേഷ്യം പാടില്ല. എന്തൊരു ദേഷ്യമാണ് ഈ കൊച്ചിന്റെ. കേട്ടല്ലേ കനകൻ എന്തിനാ ഓടണേ? എന്താ പറ്റിയെന്ന്? അത് സാരല്ല, അതൊക്കെ ഒരു നല്ല കാര്യത്തിനല്ലേ. നീ പറയാനുള്ള ഒന്ന് പറഞ്ഞോ. ഒന്ന് പറ ചെമന്തി. അളിയാ, നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഉമ്മർത്തുണ്ടാവും വിചാരിച്ചില്ല. ഞാനൊരു സാധനം കൊണ്ടുവന്നോ. തങ്ക ഈ സന്തോഷം വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല സാരിയോ അല്ലെങ്കിൽ വല്ല മൊബൈൽ ഫോൺ എന്തെങ്കിലും വാങ്ങിച്ചാൽ മതിയാവുന്ന കരുതി. അപ്പൊ ഫാസിലാ പറഞ്ഞു, എടേ ഈ സമയത്ത് അതൊന്നുമല്ല നല്ലത്, നല്ല പച്ചമാങ്ങയാണ്. അപ്പൊ കടയിൽ പോയി നോക്കുമ്പോ ഈ വിഷം അടിച്ചാലേ അത് വേണ്ടല്ലോ. അങ്ങനെ ഒരു മാവിന്റെ മുകളിലങ്ങ് വലിഞ്ഞു കയറി പൊട്ടിച്ച്. അല്ല അളിയ, ഇതെന്താ നിന്റെ മുഖത്ത് പൂച്ച മതിയാ? ഇത് മാവേലും മാങ്ങ പറിക്കാൻ കയറി പൊരഞ്ഞു വീണാണ് ഉറുമ്പ് കടിച്ച്. എന്റെ ഏട്ടാ, ഈ മാങ്ങയ്ക്ക് വേണ്ടിട്ടാണ് ഉരുണ്ട് വീണത്. അല്ലാതെ പിന്നെ അല്ല, ഇപ്പൊ എന്തിനാ ഈ മാങ്ങ? അത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ. എനിക്ക് എന്തിനാന്നും മാങ്ങ? ഞാൻ വല്ല ഗർഭിണിയായിട്ടാണോ? അപ്പൊ അല്ലേ എന്തായിട്ട് നിങ്ങൾ ഈ പറയണേ? ജമന്തി, നീ അധികം ഉരുണ്ട് കളിക്കരുത് കേട്ടോ. നീ നമ്മുടെ ജോഷിയുടെ മെഡിക്കൽ സ്റ്റോറിൽ പോയിരുന്നോ? പോയി. പോയിട്ട് അവിടെ പോയിട്ട് നീ മറ്റേ കാർഡ് മേടിച്ചായിരുന്നില്ലേ? 50 രൂപയുടെ ഒരു കാർഡ് മേടിച്ചു. വിലയൊന്നും എനിക്കറിയത്തില്ല, കാർഡ് മേടിച്ചല്ലോ. 50 രൂപയുടെ റീചാർജ് കൂപ്പൺ 50 രൂപയാണ്. അതിനി പറയാനൊന്നുമില്ല. റീചാർജ് കൂപ്പണോ? നീ ഇത് കൊണ്ടോന്ന് അറിയാനുള്ള കാർഡ് അവിടുന്ന് മേടിച്ചില്ലേ? ചേട്ടൻ എന്താ? റീചാർജ് കൂപ്പൺ അല്ല, നീ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്ന കാർഡ് മേടിച്ചില്ലേ? ഞാൻ മേടിച്ചില്ല. മേടിച്ചു. ജോഷി അങ്ങനെ നുണ പറയത്തില്ല. ജോഷി എന്നോട് പറഞ്ഞാണല്ലോ നീ അവിടെ വന്നത് മേടിച്ചു എന്ന്. അത് എന്റെ അപ്പുറത്തൊരു പെണ്ണ് നിൽപ്പുണ്ടായിരുന്നു. ആ പെണ്ണിന് ഇത് പറയാൻ അറിയാൻ പാടാത്തതുകൊണ്ട് ഞാനാ പറഞ്ഞു മേടിച്ചു കൊടുത്തു. അതാണോ? അപ്പൊ നിനക്ക് എനിക്ക് അപ്പൊ ഒന്നുമില്ലല്ലേ? അളിയാ, സോറി അളിയാ, ആ ജോഷി ചതിച്ചതാ. എന്നാൽ എന്റെ അളിയൻ കേറിയതും വിടുന്നതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്നുള്ളതാ. എന്നാലും അളിയാ, അതിനെ ഞാൻ നാമിച്ച്. Versus Alien.